ബി രാധാകൃഷ്ണ മേനോൻ, ഇവിടെ ഒരു സംശയം വസന്ത് സിറിയക്ക് അടക്കമുള്ള ആളുകൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദി ഇന്നലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാലക്കാട് ഒരു സ്കൂളിലുണ്ടായ ഒരു പ്രാദേശികപരമായിട്ടുണ്ടായ ഒരു സംഭവത്തെയാണ് ഇവരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. അത് അക്കാര്യത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കൃത്യമായി ഇന്നലെ അവിടെ ബിഷപ്പിനെ കണ്ട ശേഷം, വയനാട് ബിഷപ്പിനെ കണ്ട ശേഷം അക്കാര്യത്തിൽ കൃത്യമായ മറുപടിയും പറഞ്ഞു. എന്തുകൊണ്ടാണ് BJPയുടെ അല്ലെങ്കിൽ BJP മാത്രം ക്രൈസ്തവ പുരോഹിതരെ കാണുമ്പോൾ അത് വർഗീയമായി ഉയർത്തി കാട്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ബി രാധാകൃഷ്ണൻ? വിനോദ്, ഇത് ഇപ്പോൾ ഉണ്ടാവുന്ന ആരോപണങ്ങൾ, ഇത് ഇപ്പൊ പെട്ടെന്നുണ്ടായ ആരോപണമോ പെട്ടെന്നുണ്ടായ ഒരു പ്രചരണ പരിപാടിയോ അല്ല. BJPക്കെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട സംവിധാനം, ആ സംവിധാനം രൂപപ്പെട്ട കാലം മുതൽ കോൺഗ്രസും അതുമായി ബന്ധപ്പെട്ട ആളുകളും നടത്തി വരുന്ന പ്രചരണങ്ങളുടെ ഒരു തുടർച്ച എന്നതിനപ്പുറത്ത് ഇപ്പോൾ ഇവർ നടത്തുന്ന ഈ പ്രചരണത്തിന് ഒരർത്ഥവുമില്ല. ആകെയുണ്ടായ വ്യത്യാസം, ഇവര് പണ്ടുകാലം മുതൽ ഇങ്ങനെ BJPയെയും സംഘപരിവാറിനെയും ഒക്കെ ക്രിസ്ത്യൻ വിരുദ്ധരാണ്, മുസ്ലിം വിരുദ്ധരാണ്, അവർക്കെല്ലാം എതിരാണ് എന്നൊക്കെ ഒരു ഭീതി പരത്തിയിട്ട് സമൂഹത്തിൽ മറ്റു വിഭാഗങ്ങളെ BJPയിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് തങ്ങളുടെ വോട്ട് ബാങ്കാക്കി നിലനിർത്തുന്ന ഒരു സമീപനമായിരുന്നു കാലങ്ങളായി ഈ കോൺഗ്രസ് പാർട്ടിയും ആ സ്വഭാവമുള്ള കക്ഷികളും കേരളത്തിലും ഭാരതത്തിലും എല്ലാം സ്വീകരിച്ചു വന്നിരുന്നു. അടുത്ത കാലത്ത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്ന സമയത്തും ഇവരിതേ പ്രചരണം തന്നെ തുടർന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ വന്നാലും ഭരണത്തിൽ വന്നില്ലെങ്കിലും ഇവിടുത്തെ പൊതുസമൂഹത്തോട് ഒരേ സമീപനമുള്ള പാർട്ടിയാണ്. ഇപ്പൊ ഞാൻ ഇന്നലെ ഇവിടെ പുൽക്കൂട്ട് തകർത്തു അല്ലെങ്കിൽ ബിഷപ്പ് ഹൗസിൽ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു. ഇന്നലെ ഞാൻ വൈകുന്നേരം പങ്കെടുത്ത് ഒരു ബിഷപ്പിനെ കണ്ടത് കോട്ടയം ഭദ്രാസന ബിഷപ്പാണ്. അദ്ദേഹം യാക്കോബ സഭയുടെ കോട്ടയത്തെ ബിഷപ്പാണ്, തിമോത്തിയോസിൽ. ഞാൻ ഓർക്കുന്നു 25 വർഷം മുമ്പ് അടൽ ബിഹാരി വാജ്പേയി വന്നപ്പോ കുമരകത്ത് അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള പള്ളിയുടെ ഓഡിറ്റോറിയത്തിലാണ് അടൽജി പൊതു പരിപാടിയിൽ പങ്കെടുത്തത്. അടൽജിക്ക് പൊതുപരിപാടി നടത്താൻ അന്നത്തെ കാലത്ത് കുമരകത്ത് ഒരു സ്ഥലമില്ലാഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഇടവകയും പള്ളിയും എല്ലാം ഒരുമിച്ച് ആ കാര്യം വളരെ സന്തോഷപൂർവ്വം ആ പള്ളിയുടെ പാരിഷ് ഹാള് അതിനായി തുറന്നു വന്നു. അപ്പൊ ഇന്നലെ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹം അത് അനുസ്മരിച്ചു. ഞാൻ എന്റെ കൂടെ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജുവും വൈസ് പ്രസിഡന്റ് ഭുവനേഷ് ജില്ലാ പ്രസിഡന്റ് അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇത് ഒരു പെട്ടെന്ന് അടുത്ത കാലത്ത് ബിഷപ്പിനെ കാണാൻ വേണ്ടി BJPക്കാർ പോകുന്നു, ക്രിസ്ത്യൻ വീടുകളിൽ പോകുന്നു എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഈ സമൂഹത്തോടുള്ള സമീപനം ഇത് തന്നെയാണ്. എന്നാൽ ഇപ്പോ BJP ഭരണത്തിൽ വന്നപ്പോ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോ, അതിനു മുമ്പ് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയപ്പോഴും ഇതേ രീതിയിൽ എല്ലാ ആളുകളോടും ഒരുപോലെ ഇടപെട്ടിട്ടുണ്ട്, എല്ലാവർക്കും തുല്യമായി അവകാശം കൊടുത്തിട്ടുണ്ട്. ആരും പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഭരണമോ ഇല്ലാത്ത കാലത്ത് മുരളി മനോഹർ ജോഷി ഈ കോട്ടയം അടക്കം തിരുവല്ല അടക്കം ഈ നാട്ടിലുള്ള സകല ബിഷപ്പ് ഹൗസുകളിലും അദ്ദേഹം ദേശീയ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അടിസ്ഥാനപരമായി ക്രൈസ്തവ സമൂഹത്തോടും ഇതര സമാജത്തോടുമെല്ലാം തുല്യനീതിയും തുല്യ സമീപനവും സ്വീകരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് രാജ്യത്തെ ഭരണകക്ഷിയായി മാറിയപ്പോ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളോടും നീതി പുലർത്തുന്നു എന്ന് അവരെ കൂടി ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും ആ നീതി പുലർത്തുന്നുണ്ടെങ്കിലും അത് അവർക്ക് കൂടി ബോധ്യം വരുന്ന രീതിയിൽ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോ BJP പ്രവർത്തകർ, അതല്ലെങ്കിൽ നേതൃത്വം, ഗവൺമെന്റ്, ഇവരൊക്കെ കൂടുതൽ ഈ എല്ലാ വിഭാഗങ്ങളോടും കൂടുതൽ അടുപ്പത്തിൽ പ്രവർത്തിച്ചു തന്നെ അവർക്ക് അനുഭവപ്പെടുത്തുന്ന സമീപനം സ്വീകരിച്ചത്. അപ്പൊ ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയതല്ല. അടിസ്ഥാനപരമായ സമീപനത്തെ അധികാരത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളിൽ, എല്ലാ വിഭാഗം ജനങ്ങളിലും കൂടുതൽ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് BJPയുടെ നേതാക്കൾ കേക്കുമായി അല്ലെങ്കിൽ ആശംസയുമായി വീടുകളിൽ പോകുന്നു. ഇത് പുൽക്കൂട് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പാലക്കാട് BJP ഓഫീസിലും കോട്ടയം BJP ഓഫീസിലും ഒക്കെ ഇപ്പൊ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്.
പുൽക്കൂട് നിർമ്മിച്ച് കാരണം ക്രൈസ്തവ സമാജത്തിൽപ്പെട്ട ധാരാളം ആളുകൾ ഇന്ന് BJPയുടെ പ്രവർത്തകരാണ്. കഴിഞ്ഞ കാലത്ത് BJPയിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ എണ്ണം ഒരുപാടുണ്ട് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഇന്നിപ്പോ ചർച്ചയിൽ പറഞ്ഞ നമ്മുടെ കോൺഗ്രസിന്റെ നേതാവ് വിനോദം ഒക്കെ പരാമർശിച്ച ഇപ്പോ ഇന്നലെ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടി സംഘടിപ്പിച്ച ശ്രീ ജോർജ് കുര്യൻ അദ്ദേഹമൊക്കെ എത്രയോ 80-ൽ BJP രൂപപ്പെട്ട കാലം മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ക്രൈസ്തവ സമാജത്തിൽപ്പെട്ട ആളുകൾ ഈ പാർട്ടി രൂപീകൃതമായ കാലം മുതൽ ഇതിനോടൊപ്പമുണ്ട്, ജനസംഘത്തിലുമുണ്ട്. പക്ഷെ ഇന്ന് ഭരണത്തിലുള്ളപ്പോ ആ വിഭാഗത്തിലും ഇതര വിഭാഗത്തിലും എല്ലാം പെട്ട ആളുകൾ ധാരാളമായി കൂടുതലായി BJPയിലുണ്ട്. അപ്പൊ അവരെല്ലാം വന്നു ചേരുമ്പോ അവരെല്ലാം നടത്തുന്ന ആഘോഷങ്ങൾ കൂടുതൽ ഭംഗിയായി ഞങ്ങളുടെ സംഘടനാപരമായി സംഘടനയുടെ ഓഫീസിലും ഞങ്ങൾ ഒരുമിക്കുമ്പോഴും എല്ലാം സംഘടിപ്പിക്കേണ്ട ബാധ്യതയുണ്ട്. ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് ആ ആശംസകളും അതേപോലെ ആഘോഷങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നത്. ഇന്ന് കോട്ടയത്ത് BJP ഓഫീസിൽ ക്രിസ്മസ് ആഘോഷം ഉണ്ടായിരുന്നു. ന്യൂനപക്ഷ മോർച്ചയാണ് സംഘടിപ്പിച്ചത്. അപ്പൊ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആ നിലയിൽ കൂടുതലായി വരുമ്പോൾ അത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ BJPയിലേക്ക് കടന്നു വരികയും ചെയ്യുമ്പോൾ അസ്വസ്ഥമാകുന്നത് അവരെ സ്ഥിരം വോട്ട് ബാങ്കായി നിലനിർത്താൻ ആഗ്രഹിച്ച ആ നിലയിൽ ഒരു കമ്പാർട്ട്മെന്റ് നിർമ്മിച്ച് അവരെ ചേർത്ത് പിടിച്ച് കൂട്ടിപ്പിടിച്ച് അടക്കിപ്പിടിച്ച് വെച്ചിരുന്ന കോൺഗ്രസിന് ആ കോൺഗ്രസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിന് അവർക്കിപ്പോ ഒരുപാട് അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. ആ അസ്വസ്ഥതയാണ് ആ കോൺഗ്രസിന്റെ സ്വഭാവമുള്ള ആളുകള് ഇപ്പൊ ക്രൈസ്തവ സഭ ഇപ്പോ സമാജത്തിന്റെ ഭാഗമാണ്. പിതാക്കന്മാരായാലും അച്ഛന്മാരായാലും ക്രൈസ്തവ വിഭാഗമായാലും മുസ്ലിം വിഭാഗമായാലും ഇമാംമാരായാലും എല്ലാവരും. അപ്പൊ ആ സമാജത്തിന്റെ ഉള്ളിൽ വരുന്ന ആ വിഭാഗത്തിൽ എല്ലാ ആളുകൾക്കും അവരവരുടേതായ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അവരവരുടേതായ നിലപാടുകൾ ഉണ്ടാവും. അവർക്കൊക്കെ അത് പറയാനുള്ള അവകാശം. അവർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടാവും. അതിലൊന്നും തെറ്റില്ല. പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ച് അതുപോലെ ഭരണം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ BJPയെ സംബന്ധിച്ച് ഈ നിലയിൽ എല്ലാ വിഭാഗത്തോടും ഒരേ സമീപനം സ്വീകരിക്കുന്നതിന്റെ തുടർച്ചയായി ക്രൈസ്തവ വിഭാഗത്തെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഭരണം ഈ പ്രാവശ്യം കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന ആ ഭരണത്തിന്റെ ഭാഗമായി കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കാൻ ആരംഭിച്ചപ്പോ ആളുകളുമായി ചേർന്ന് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് വരെ BJP ക്രിസ്മസ് കാലത്ത് കടന്നു ചെല്ലാൻ ആ മെസ്സേജ് എത്തിക്കാൻ അവര് BJPയെ കുറിച്ച് കോൺഗ്രസുകാരും മറ്റുള്ളവരും ഉണ്ടാക്കിയിരുന്ന ഭീതി, ആ ഭീതിയിൽ അർത്ഥമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് BJPയുടെ ഭാഗത്തേക്ക് ചേർന്ന് നിൽക്കാൻ അതിനെല്ലാം ബിഷപ്പുമാരും പിതാക്കന്മാര് അടക്കം എല്ലാ വിഭാഗം ആളുകളും കടന്നു വരുന്ന ഒരു സാഹചര്യം. അതേപോലെ ഇപ്പൊ പാലാ ബിഷപ്പിനെ അടക്കം ആക്രമിക്കാൻ വേണ്ടി തീവ്രവാദികൾ തയ്യാറാകുമ്പോൾ അതിനെല്ലാം എതിരെ ഒരക്ഷരം ഉരിയാടാനുള്ള ശക്തിയില്ലാതെ നിലപാടെടുത്ത ആളുകളുണ്ട്. സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട്, സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് VD സതീശൻ അവരൊക്കെ അതെന്തോ പിതാവിന്റെ കുഴപ്പം കൊണ്ടുണ്ടായതാണ് എന്നാണ് അന്ന് പ്രചരിപ്പിച്ചത്. അത്തരം പ്രചാരണങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഭരണകർത്താക്കളായിട്ടുള്ള പിണറായി വിജയനും MA ബേബിയും ഒക്കെ എന്തൊക്കെയാണ് വൈദികരെ പറഞ്ഞത് അടക്കമുള്ള അതൊക്കെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്നതാണ്. നമുക്ക് അതെ, അത് തന്നെ ആക്ഷേപിച്ച് അതിരൂപത എന്ന് പറഞ്ഞത് MA ബേബിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ ആരും മറക്കാതെ ഉണ്ട്.